ഒരു പ്ലാനുമില്ലാതെ പ്രതീക്ഷകളും വെക്കാതെ ഗൂഗിൾ മാപ്പിൽ അട്രാക്ഷൻസ് നോക്കിപ്പോയപ്പോൾ കണ്ട ഒരു മനോഹരമായ സ്പോട്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ അധികം പോപ്പുലർ അല്ലാത്ത ഈ വെള്ളച്ചാട്ടം. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്ത് മല്ലപ്പള്ളിയിൽ പാറത്തോട് എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് ഇതിന്റെ പേര്. മീൻമുട്ടി എന്നും മീൻമുട്ടിപ്പാറ എന്നും കേരളത്തിലെ നിരവധി വെള്ളച്ചാട്ടങ്ങൾക്ക് പേരുണ്ട്. അതിൽ പലതും നേരിൽ കാണാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടുണ്ട്. മീൻമുട്ടി എന്ന പേര് പല വെള്ളച്ചാട്ടങ്ങൾക്കും അരുവികൾക്കും ഒക്കെ ലഭിക്കാനുള്ള കാരണങ്ങളിലൊന്ന് മഴക്കാലങ്ങളിലും അല്ലെങ്കിൽ വെള്ളം ശക്തിയായി ഒഴുകുന്ന കാലങ്ങളിലും മീനുകൾക്ക് ഒഴുക്കിനെതിരെ നീന്താനുള്ള ഒരു പ്രവണതയുണ്ട്. പ്രധാനമായും പ്രജനനകാലത്താണ് മീനുകൾ കൂട്ടത്തോടെ ഒഴുക്കിനെതിരെ നീന്തുകയും വയലുകളും ചതുപ്പുകളും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളിൽ ചെല്ലുകയും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉൾനാടൻ മത്സ്യബന്ധനം ഏറെ നടന്നിരുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാലവും ഇതാണ്. ഊത്തപിടുത്തം എന്നാണ് പൊതുവെ ഇതിന് പറയാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരിന് പിന്നിലെ കഥയാണ്. സത്യത്തിൽ ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷനിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കി ഈ ലൊക്കേഷനിലേക്ക് വരുന്നവരാണെങ്കിൽ, അതും തിരുവല്ല ഭാഗത്ത് നിന്നും വരുന്നതാണെങ്കിൽ, ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നിടത്ത് നിന്ന് കുറച്ച് പിന്നിലേക്ക് മാറി അവിടുന്ന് റൈറ്റിലേക്ക് ഒരു വഴി കാണാം. ആ വഴി നേരെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലെ പാലത്തിന്റെ അവിടെ എത്തുന്നതാണ്. ടാറിട്ട റോഡിലെ പാലത്തിന്റെ അവിടെ നിന്നും വലത്തേക്ക് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ചെമ്മണ്ണിട്ട വഴി കാണാം. ആ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ വിവിധ തട്ടുകളിൽ ഇറങ്ങാനുള്ള ഇടവും കാണാൻ സാധിക്കുന്നതാണ്. ഒരു ചെറിയ അരുവി അല്ലെങ്കിൽ തോടാണ് ഈ പാലത്തിന്റെ അടിയിലൂടെ ഒഴുകി പാറകൾക്ക് മുകളിലൂടെ തെന്നിത്തെറിച്ച് ഒഴുകി താഴേക്ക് ഒരു വെള്ളച്ചാട്ടമായി പതിക്കുന്നത്. പല തട്ടുകളായി ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടം അത്യാവശ്യം സേഫ് ആണെന്ന് പറയാം. കൂടുതൽ ആളുകൾ വരാത്തത് കൊണ്ട് തന്നെ പരിസരവും പരിസ്ഥിതിയും ഒക്കെ വൃത്തിയായി കിടക്കുന്നത് കാണാം. മഴക്കാലത്ത് സജീവമാകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ മീൻമുട്ടിപ്പാറയിൽ ഇറങ്ങാൻ പലയിടങ്ങളിലായി സൗകര്യങ്ങളുണ്ട്. ജനവാസ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ പ്രദേശത്തിന് ഒരു ചെറിയ വനഭൂമിയുടെ സാദൃശ്യമുണ്ട്. പല തട്ടുകളായി ഒഴുകുന്ന വെള്ളച്ചാട്ടം അതിന്റെ ഓരോ തട്ടിൽ നിന്നും കാണാനും പ്രത്യേക ഭംഗിയാണ്. മലയോര ഗ്രാമത്തിന്റെ ഭംഗികളെല്ലാമുള്ള ഈ സ്ഥലത്ത് ചെറിയൊരു വനഭൂമിയുടെ ആംബിയൻസിലാണ് ഈ വെള്ളച്ചാട്ടം ഇരിക്കുന്ന സ്ഥലം. അധികം പോപ്പുലർ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടവും പരിസര പ്രദേശങ്ങളും ഒക്കെ വൃത്തിയായി തന്നെ തുടരുന്നു. ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടോ അല്ലാതെ അറിഞ്ഞിട്ടോ അവിടെ ചെല്ലുകയാണെങ്കിൽ പരിസരത്തിനും പരിസ്ഥിതിക്കും പരിസരവാസികൾക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളച്ചാട്ടവും ആസ്വദിച്ച് മടങ്ങാൻ ശ്രമിക്കുക. ഈ വെള്ളച്ചാട്ടത്തിൽ വലിയ കയങ്ങളോ കുഴികളോ ഒന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ വലിയ ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഇത് സേഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. താരതമ്യേന സേഫ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്ന് വെച്ചാൽ പൂർണ്ണമായും സേഫ് അല്ല എന്നർത്ഥം. മഴക്കാലത്ത് സജീവമാകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ഈ വെള്ളച്ചാട്ടം ചെറിയ മഴക്കാലത്തൊക്കെ വളരെ ഭംഗിയാണ് കാണാൻ. അതായത് വലിയ മഴക്കാലങ്ങളിൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കുറവായിരിക്കും. അതുപോലെ തന്നെ അപകട സാധ്യത കൂടുതലും ആയിരിക്കും. വെള്ളച്ചാട്ടത്തിനടുത്തായി ഒരു ചെറിയ കോറിയുടെ അവശേഷിപ്പുകളും കാണാം. അത് കോറിയാണോ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി പാറ പൊട്ടിച്ചെടുത്തതാണോ എന്നും അറിയില്ല. അതുപോലെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലായി നിരവധി റബ്ബർ തോട്ടങ്ങളും കാണാൻ സാധിക്കും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത്. ഇതിന്റെ വലിപ്പം കൃത്യമായി മനസ്സിലാക്കാൻ ഈ വെള്ളച്ചാട്ടത്തിന് താഴെ ഒരു ചെറിയ പാലമുണ്ട്. അതിന് മുകളിൽ നിന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയും വലിപ്പവും ഒക്കെ കൃത്യമായി കണ്ട് ആസ്വദിക്കാവുന്നതാണ്. വെള്ളച്ചാട്ടത്തിനും പരിസര പ്രദേശത്തിനും നാടിനും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തോന്നി. ഒരു പക്ഷേ പ്രതീക്ഷകളൊന്നുമില്ലാതെ കണ്ടതുകൊണ്ടായിരിക്കാം.